ഹലോ ഗൈസ്, ഐ എം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് LBSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം LBS കറക്ഷൻ ഡേറ്റ് ഓഗസ്റ്റ് 3 വരെയായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് എന്തൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് LBS സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കുകൾ അപ്ലോഡ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് എല്ലാ ഇതും ഓഗസ്റ്റ് 7 തന്നെ ചെയ്ത് റെഡിയാക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാരണം അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സൈറ്റിൽ നിന്ന്. അത് ഡൗൺലോഡ് ചെയ്ത് അത് മുഴുവൻ വായിച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണ് നിങ്ങളുടെ കറക്ഷൻ, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കറക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും, നല്ല രീതിക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടായിരുന്നു, ഞാൻ കറക്ഷൻ ചെയ്തു, അതായത് ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു, ഇപ്പോഴും അവിടെ കറക്ഷൻ അല്ലെങ്കിൽ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് തന്നെയാണല്ലോ കാണിക്കുന്നത്, അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കറക്ഷൻ ചെയ്യാനുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും, എന്ത് മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അതിപ്പോൾ തന്നെ കറക്റ്റ് ആവില്ല. നിങ്ങളത് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യും. പക്ഷേ LBS അത് മുഴുവൻ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ചേഞ്ച് അവിടെ വരികയുള്ളൂ. അതിനോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. അത് ഓഗസ്റ്റ് 7 ശേഷം LBS വെരിഫൈ ചെയ്തിട്ട് ആ കറക്ഷൻ, അതായത് കറക്ഷൻ അവിടെ നിന്ന് മാറും. ഇപ്പോൾ പലരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോഴും അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർക്ക് റിജക്റ്റഡ് എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന് ബാക്കിൽ കാര്യം. അതായത് LBS അത് മുഴുവൻ വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ റിജക്റ്റഡ് എന്നെഴുതിയത് അവിടെ നിന്ന് മാറ്റം വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കറക്ഷൻ ചെയ്തല്ലോ. സോ ഓഗസ്റ്റ് 7 ശേഷം LBS വെരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആവുന്നതാണ്. അതായത് ഈ ഓഗസ്റ്റ് 7 ശേഷം LBS ഒന്നുകൂടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ ടൈമിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിജക്ഷൻ, നിങ്ങൾ കറക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത കറക്ഷനെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ റിജക്റ്റഡ് ആയവരുടെ അക്സെപ്റ്റഡ് എന്ന് കാണിക്കും. കറക്ഷൻ ഇപ്പോൾ ചെയ്തെങ്കിൽ മാത്രം. ഇപ്പോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് റിജക്റ്റ് ആയി, ഇനി കറക്ഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണിക്കില്ല. ഇപ്പോൾ നിങ്ങൾ റിജക്റ്റ് ആയി, എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്നുള്ളതിനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് വരുമ്പോൾ അത് ഓക്കെ ആയിട്ട്, അതായത് റിജക്റ്റഡ് അക്സെപ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അത് അടുത്തൊരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കറക്ഷൻ ചെയ്തതെല്ലാം അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സൈറ്റിൽ. ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് കറക്ഷൻ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മിസ്റ്റേക്ക് ഉള്ളവർക്ക് അത് ശരിയാക്കാം, അഡ്രസ്സ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇതെല്ലാം കുറേ പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊന്നും അപ്ലോഡ് ചെയ്തില്ല, ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ SC ST ആ ഒരു റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കാണ്. ആ മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് റാങ്ക് വരുന്നതും അതിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ മാർക്സ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. മാർക്കിൽ എന്തെങ്കിലും കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈമിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഇതാണ് പറയാനുള്ളത്, LBS കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾ കൊടുത്ത അപ്ലിക്കേഷൻ കണ്ടു എന്നുണ്ടെങ്കിൽ റിമാർക്സ് ഇഫ് എനി കൊടുത്ത് നിങ്ങൾക്ക് ആ കറക്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിൽ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അത് റിജക്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ സൈറ്റിൽ കയറിയിട്ട് ഇൻസ്ട്രക്ഷൻ ഫോർ ഡിഫക്റ്റ് എന്നുള്ള PDF ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം ഒരു 8 പേജുണ്ട്. ആ പേജിൽ നിങ്ങൾക്ക് എന്താണ് റിമാർക്സ് വന്നിരിക്കുന്നുണ്ടാവുക, അതെങ്ങനെ ആ റിമാർക്സ് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് ക്ലിയറായി മനസ്സിലായതിന് ശേഷം കറക്ഷൻ ചെയ്യുക. കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രീസ് ആർ കറക്റ്റ്, കൺഫേം ബട്ടൺ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.